ഹലോ കൂട്ടുകാരെ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററായിരുന്നു പഠിച്ചു തുടങ്ങിയായിരുന്നു. നമ്മൾ അതിനകത്ത് ഒരു ജനറൽ പ്രിൻസിപ്പിളും ആ പ്രിൻസിപ്പിളിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ആ എക്സസൈസ് 1 നമ്മൾ ചെയ്ത് നോക്കിയത്. ആ ജനറൽ പ്രിൻസിപ്പിളിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് പഠിക്കാനുള്ള അടുത്ത ജനറൽ പ്രിൻസിപ്പിളാണ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിനെ പറ്റിയാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ ടോപ്പിക്കാണ്. അന്ന് നമ്മൾ ഫസ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ പഠിച്ചത് എന്തോന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ഒരു ട്രയാങ്കിളുടെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളുടെ 3 സൈഡിൻ്റെ ഈക്വൽ ആണെങ്കിൽ അതൊരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആയിരിക്കും, ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണമായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കോണുകളും തമ്മിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾ എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 sides and 1 ആംഗിളാണ് പഠിക്കാനുള്ളത്. 2 ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഏതെങ്കിലും ഒരു ആ 2 സൈഡിനെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിളും എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തുല്യ ത്രികോണം അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഈക്വൽ ട്രയാങ്കിൾസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കറസ്പോണ്ടിങ് ആംഗിളും കറസ്പോണ്ടിങ് സൈഡ്സും തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇഫ് 2 sides of a triangle and the angle made by them are equal to the 2 sides of another triangle and the angle made by them, then the third side of the triangle are also equal. The other 2 angles are also equal. If 2 sides of a triangle, അത് നമുക്ക് പൊതു തത്വം എന്ന് മലയാളത്തിലൂടെ പറയാം. 2 ത്രികോണത്തിൻ്റെ 2 വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾക്കും അവൻ ചേരുന്ന കോണിന് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്, മറ്റ് 2 കോണുകളും തുല്യമാണ്. അത് പ്രിൻസിപ്പാണ്. മീൻസ് സിമ്പിളായിട്ടാണ്. 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 സൈഡുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈഡ് തമ്മിൽ ഈക്വൽ ആണ്. പിന്നെ ഈ 2 സൈഡിൻ്റെ ഇടയ്ക്ക് വരുന്ന ബിറ്റ്വീൻ 2 സൈഡ്സ്, ഈ 2 സൈഡുകളും മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതും ഈക്വൽ ആണെങ്കിൽ, മീൻസ് 2 സൈഡും 1 ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ 2 ട്രയാങ്കിൾ എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ട്രയാങ്കിളാണ് അല്ലെങ്കിൽ തുല്യ ത്രികോണമാണ്. ആ തുല്യ ത്രികോണം ആയിക്കഴിഞ്ഞാൽ ബാക്കി കറസ്പോണ്ടിങ് സൈഡും എല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ തേർഡ് സൈഡും തുല്യമായിരിക്കും. സിമ്പിളായിട്ട് നോക്കിയാൽ ഇത് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കേ, 2 ത്രികോണം എ ബി സി ആൻഡ് പി ക്യു ആർ ആണ് ഗിവൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബി സി നമുക്ക് നോക്കിയാൽ ഒരു 4 സെൻറ്റിമീറ്റർ, എ സി 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ പി ക്യു. അപ്പോൾ ഒരു സൈഡ് ഈക്വലായി. രണ്ടാമത്തെ കൊടുത്തേക്കുന്ന എ ബി 8 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ. ഈ 2 സൈഡും എന്താണ്, ഈക്വലാണ്. ഇതിൻ്റെ ഇടയ്ക്കിലത്തെ ആംഗിൾ നമുക്ക് സപ്പോസ് 50 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 സൈഡും ഈക്വൽ സൈഡുകൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആണ്. ഇപ്പം 2 സൈഡും ഒരു ആംഗിളുമാണ് ഈക്വൽ കൊടുത്തേക്കുന്നത്. മീൻസ് ഇത്രയും ഒരു 3 സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 ട്രയാങ്കിൾ എന്താണ്, കോൺഗ്രുവൻ്റ് ആണ് അല്ലെങ്കിൽ തുല്യ ത്രികോണമാണെന്ന്. അപ്പോൾ അതാ പറയുന്നത് 2 sides and 1 angle. 2 ട്രയാങ്കിളുടെ 2 സൈഡും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോണും ഈക്വൽ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും അതെന്താണ്, ഒരു തുല്യ ത്രികോണമാണ് അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ്. നമുക്കിത് എഴുതിയെടുക്കാം. എ ബി നമ്മൾ ഫിഗറിനകത്ത് നോക്കി കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് ഈക്വൽ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ എ ബി ഇസിക്വൽ ടു എത്ര, 8 ആണ്. ഇവിടെ എ ബി ഏതിൻ്റെ ഈക്വലാ, പി ക്യു. ഒരു സൈഡ് ഈക്വലായി. രണ്ടാമത്തെ സൈഡ് ഏതാ, എ സി ഈക്വൽ പി ക്യു. 2 സൈഡും ഈക്വലായി ആൻഡ് 1 ആംഗിൾ. ഈ 2 ഈക്വൽ സൈഡും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ. ആംഗിൾ എ ഇസിക്വൽ ടു ഇവിടെ എത്ര ആംഗിൾ, ഈ 2 കറസ്പോണ്ടിങ് ഈക്വൽ സൈഡാണ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ക്യൂ. അപ്പോൾ കണ്ടോ, 2 സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ തേർഡ് സൈഡും ഓൾസോ ഈക്വൽ ആൻഡ് ബാക്കി എല്ലാ ആംഗിളും തമ്മിൽ ഈക്വലാണ്. മീൻസ് ഇതെന്താണ്, ആദ്യം നമ്മളിങ്ങനെ എഴുതണം. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ, ഏത് വേണമെങ്കിലും എഴുതാം. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ജസ്റ്റ് ഒരു ലൈൻ എഴുതിയാലും മതി, കുഴപ്പമില്ല. എന്നാലും ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത് ഈ 3 ഈക്വൽ ആണെങ്കിൽ ബാക്കി എല്ലാം ഓൾസോ ഈക്വൽ ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ബി സി ഇസിക്വൽ ടു എന്തെഴുതാം, പി ആർ. അതിനൊക്കെ ബാക്കി ആംഗിൾ ഉണ്ടല്ലോ, സി. ഈ സി ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും, നമുക്കറിയാമല്ലോ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആയിരിക്കും എപ്പോഴും ഈക്വൽ. അപ്പോൾ ആംഗിൾ സി കിടക്കുന്നത് 8, ഈ 8ൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആംഗിൾ സി ഇസിക്വൽ ടു ഇവിടെ 8 ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ, പി. അപ്പോൾ ആംഗിൾ പി. അതിൻ്റെ അതാണ് ആംഗിൾ ബി ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും, ആംഗിൾ ബി ഇസിക്വൽ ടു ഈ ആംഗിൾ ബി നോക്കി 4 സെൻറ്റിമീറ്റർ എതിരായി കിടക്കുന്നത്. ഇവിടെ 4 എവിടെ എന്നുണ്ട്, ഇവിടെ. അപ്പോൾ ആംഗിൾ പി എന്തുമാണ്,
ആംഗിൾ ബി എന്താണ് ആംഗിൾ ആറിൻ്റെ ഈക്വൽ ആയിരിക്കും. ഇത്രയാണ് ഈ ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്. സിമ്പിളായിട്ട് 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഒരു ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ബാക്കി സൈഡും കറസ്പോണ്ടിങ് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. മീൻസ് അത് രണ്ടും എന്തായിരിക്കും, ഒരു കോൺഗ്രന്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് ഈ ജനറൽ പ്രിൻസിപ്പിൾ. ഇത് വെച്ചാണ് നമുക്ക് അടുത്ത ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് ടു സൈഡ്സ് ആൻഡ് 1 ആംഗിൾ ജനറൽ പ്രിൻസിപ്പിൾ പഠിച്ച് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 15 കിടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഒരു ജോഡി ത്രികോണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാച്ചിങ് ആംഗിളാണ്. ഇതിൻ്റെ ഏത് ആംഗിളാണ് ഇതിൻ്റെ ഈക്വൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് ആംഗിളാണ് മറ്റേൻ്റെ ഈക്വൽ എന്ന് മാച്ചിങ് ആംഗിൾസാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ച എന്തോ 2 സൈഡ്സും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ബാക്കി സൈഡ്സും ആംഗിൾസും എല്ലാം എന്തോ ഈക്വലാണ്. അതാണ് നമ്മൾ നേരത്തെ ജനറൽ പ്രിൻസിപ്പിളിനകത്ത് പഠിച്ചത്. അതാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ ആംഗിൾ ഉണ്ട്. ഇത് ആംഗിൾ ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെയും 40 ഡിഗ്രി ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പെയർ ഓഫ് ട്രയാങ്കിൾ നോക്കി, ABC ആൻഡ് PQR ആണ് ഫസ്റ്റ് ജോഡി ട്രയാങ്കിൾസ് കൊടുത്തേക്കുന്നത്, രണ്ടെണ്ണം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാച്ചിങ് ആംഗിൾ കണ്ടുപിടിക്കാം. ആദ്യം നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഈക്വൽ എന്ന് ക്വസ്റ്റ്യനകത്ത് ഗിവൻ ഫിഗറിനകത്ത് എന്തൊക്കെയാണ് ഈക്വൽ എന്ന് കൊടുത്തേക്കുന്നതെന്ന് ആദ്യം എഴുതിയെടുക്കാം. അപ്പോൾ നോക്കി, നല്ലോണം ഫിഗർ നോക്കണേ. AB ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ PR ആണ് 3 സെൻറ്റിമീറ്റർ. ഇത് ട്രയാങ്കിൾ ABC ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം ഒന്ന് എഴുതിയേക്കണേ. എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഏതാ ഈക്വൽ, AB 3 സെൻറ്റിമീറ്റർ. AB ഏതിൻ്റെ ഈക്വലാണ്, PRൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതും AB ഈക്വൽ PR. ഓക്കെ, അടുത്ത് നോക്കുക സൈഡ് ഏതാ, AC ഏതിൻ്റെ ഈക്വലാണ്, 7 സെൻറ്റിമീറ്റർ അല്ലേ. ഇപ്പോഴത്തെ 7 എവിടെ കിടക്കുന്നതാണ്, ഇവിടെ. ഇത് 7 ഇതാണെങ്കിൽ ഇതാണ് 7. അടുത്ത PQ. ഓക്കെ, 2 സൈഡ് ഈക്വലായി, 2 ട്രയാങ്കിളിലെ 2 സൈഡുകൾ തമ്മിൽ ഈക്വലായി. ഇനി നോക്കി എന്താ കൊടുത്തേക്കുന്നത്, ഇതിൻ്റെ 2 ഈക്വൽ സൈഡ്സിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിൾ എന്താണ്, ഈക്വലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 40 ഡിഗ്രി, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ ഏതാ, ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ Q. ഓക്കെ, ആംഗിൾ A ആംഗിൾ Q ആണ് ഈക്വൽ. ഓക്കെ, ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ Q വരെ നമ്മൾ എഴുതി. ഇനി നമുക്ക് നോക്കാം, 2 ട്രയാങ്കിളിലെ 2 സൈഡും ഒരു ആംഗിൾ ഈക്വലാണ്. അതുകൊണ്ട് SAS പ്രിൻസിപ്പിൾ ഇത് നമുക്ക് ഷോർട്ടായിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. SAS പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ 2 സൈഡും ഒരു ആംഗിളും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ബാക്കി കറസ്പോണ്ടിങ് സൈഡും ആംഗിളും എല്ലാം തമ്മിൽ തുല്യമായിരിക്കും. ഇനി ബാക്കി സൈഡ് ഏതാണെന്ന് നോക്കിയാൽ BC, ഈ 2 സൈഡ് ഈക്വലാണ് നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ ഇവിടെ. ഈ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മളിനി ബാക്കി തേർഡ് സൈഡ് എഴുതുന്ന BC ഇസ് ഈക്വൽ ടു ഇപ്പുറത്തേതാ വരുന്ന PR. ഇനി മാച്ചിങ് ആംഗിൾ ബാക്കി ഏതാ, നമ്മളൊരു ആംഗിൾ എഴുതി കഴിഞ്ഞ് Aയും Qയും ഈക്വൽ ആണെന്ന് ഇവിടെ എഴുതി കഴിഞ്ഞു. അടുത്ത ആംഗിൾ നോക്കിയേ, B ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും, ആംഗിൾ B ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്ററിന് എതിരെയാണ് B കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 7 സെൻറ്റിമീറ്റർ എതിരെ ഏതാ കിടക്കുന്നത്, ആംഗിൾ R. അടുത്ത് നോക്കിയേ, ആംഗിൾ C ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും, ആംഗിൾ C 3 സെൻറ്റിമീറ്റർ എതിരെ കിടക്കുന്ന, ഇവിടെ 3 സെൻറ്റിമീറ്റർ എതിരെ കിടക്കുന്ന ആംഗിൾ P. ഇത്രയേ ഉള്ളൂ. ഈക്വൽ സൈഡ്സിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിളാണ് നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. അപ്പോൾ ഇത് മാച്ചിങ് ആംഗിൾ എല്ലാം കിട്ടി. SAS പ്രിൻസിപ്പിൾ വെച്ച് 2 സൈഡും ഒരു ആംഗിളും തുല്യമാണെങ്കിൽ ബാക്കിയെല്ലാം കറസ്പോണ്ടിങ് ആംഗിളും സൈഡും തുല്യമായിരിക്കും. ഇത് വെച്ച് തന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഈ ഫസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്ത പെയർ ഓഫ് ട്രയാങ്കിൾസ് കൊടുത്തേക്കുന്നത്. ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം എഴുതുക, ഇൻ ട്രയാങ്കിൾ NLM ആൻഡ് ട്രയാങ്കിൾ XYNZ. 2 ട്രയാങ്കിളിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാം ഈക്വലാക്കി ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം NL ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്, അപ്പുറത്തേതാ XZ. അടുത്തേതാ LM ഇസ് ഈക്വൽ ടു YZ. ആൻഡ് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഏതാ, ആംഗിൾ L ഇസ് ഈക്വൽ ടു ആംഗിൾ Z. അപ്പം ഇതും എന്താണ്, 2 സൈഡും ഒരു ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, SAS പ്രിൻസിപ്പിൾ വെച്ച് ഇത് രണ്ടും എന്താണ്, കോൺഗ്രീൻ ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ തുല്യ ത്രികോണമാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സൈഡും ബാക്കി കറസ്പോണ്ടിങ് 2 ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അത് നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഏതാ,
NM = അവിടെ ഏതാ വരുന്നത് എക്സ് വൈ. അടുത്ത ആംഗിൾ നോക്കി, ഈ ഒരു ആംഗിളല്ലേ നമ്മൾ ഈക്വൽ ആക്കി എഴുതി. അടുത്ത ആംഗിൾ ഏതാ ആംഗിൾ M = ആംഗിൾ M അവിടെ ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും 4 സെൻറ്റിമീറ്റർ എതിരെയാണ് ആംഗിൾ M കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ എതിരെ ഏതാ കിടക്കുന്നത് ആംഗിൾ വൈ. ഇവിടെ അടുത്ത ആംഗിൾ ആംഗിൾ N ആണ് 6 സെൻറ്റിമീറ്റർ എതിരെയാണ് കിടക്കുന്നത്. ഇവിടെ 6 സെൻറ്റിമീറ്റർ എതിരെ ഏതാ കിടക്കുന്നത് ആംഗിൾ എക്സ് ആണ്. മാച്ചിങ് ആംഗിൾ നമ്മൾ എഴുതിയെടുക്കുന്നത്. 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ SAS പ്രിൻസിപ്പിൾ വെച്ച് 2 സൈഡ് ഒരു ആംഗിൾ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എൻ്റെ ബാക്കി കറസ്പോണ്ടിങ് ആംഗിളും സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഫിഗർ ബിലോ AC ആൻഡ് BE ആർ പാരലൽ ലൈൻ. ഓക്കെ, ഫിഗർ ആണ് ഈ കൊടുത്തേക്കുന്നത്. BC ഏതാ AC ആൻഡ് BE. ഇത് AC ഇത് B, ഇത് രണ്ടും എന്തുമാണ് പാരലലാണെന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് സമാന്തര വരകളാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനകത്ത് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണ്, ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ. ആർ ദ ലെങ്ത് ഏതാ ഈ BCയും ഈ ED രണ്ടും ഈക്വൽ ആണോ ഇല്ലേ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ഒരു കണ്ടീഷൻ മാത്രം കൊടുത്ത് 2 ട്രയാങ്കിൾ അടുപ്പിച്ച് 2 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ACയും BEയും എന്തുവാണ് പാരലൽ ലൈൻസ്, സമാന്തര വരകളാണ്. സമാന്തര വരകളാണ് കൊടുത്തേക്കുന്നത്, ഗിവൻ ആണ്, പാരലാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ആർ ഈക്വൽ. BCയും DEയും ഈക്വൽ ആണോ ഇല്ലയോ നമുക്ക് കാണിച്ചു കൊടുക്കണം. യെസ് ആണ് നോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഈക്വൽ ആണോ ഇല്ലയെന്ന്. അപ്പോൾ അത് ഈക്വൽ ആവുന്നതിന് മുമ്പ് 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നോക്കേ, ഇത് പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആയിരിക്കും നോക്കേ. അതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. AC ആൻഡ് BE 2 പാരലൽ ലൈൻസ് ആണ് ഇങ്ങനെ പോയേക്കുന്നത്. അതൊരു ഇൻ്റർസെക്റ്റ് ലൈൻ നാണ്ട് ഇടയ്ക്കൂടെ പോകുന്നുണ്ടോ. അപ്പോൾ ഒരു Z ഷേപ്പ് വരുന്നുണ്ടോ, ഇങ്ങനെ Z ഷേപ്പ് വരുമ്പോൾ ഈ 2 ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. മറുകോണുകൾ എന്തായിരിക്കും, 2 സമാന്തര വരകളുടെ ഇടയിൽ വരുന്ന മറുകോണുകൾ എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും. അപ്പോൾ ഇതാണ് AC ആൻഡ് BE 2 പാരലൽ ലൈൻസ് ആണ്. ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത ഒരു BC ലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 2 ഓൾട്ടർനേറ്റ് ആംഗിളും രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇത് എഴുതാം, AC പാരലൽ ടു BE. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ CBE ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. 2 ലൈൻ പാരലൽ ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മറുകോൺ എന്തായിരിക്കും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗിവൻസ് ആണ് നമ്മൾ എഴുതിയെടുത്ത്. ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് ആണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ഏതാ BDE 2 ട്രയാങ്കിൾ ഉണ്ടേ, അത് നമ്മൾ കൺസിഡർ ചെയ്ത് ഇനി നോക്കിയാൽ അതിനകത്ത് നമുക്ക് ഇത് നമ്മൾ പഠിക്കുന്ന 2 സൈഡ് ഒരു ആംഗിൾ പ്രിൻസിപ്പിൾ വെച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ 2 സൈഡ് ഒരു ആംഗിൾ ഈക്വൽ ആണോ ഇല്ലയോ നോക്കാം നമുക്ക്. ഇതാദ്യം BD അല്ല കേട്ടോ, തെറ്റിപ്പോയി. നമുക്കൊരു ട്രയാങ്കിൾ കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇതിനെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാം. C ഇവിടെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ 2 ട്രയാങ്കിൾ വേണം നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇതും ഓക്കെ. നോക്കിക്കോ, ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ BCE. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് കൺസിഡർ. അപ്പോൾ ആദ്യം ഇത് രണ്ടും നമുക്ക് കോൺഗ്രുൻ്റ് ആണെന്നോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. BCE നമ്മളെടുത്തു. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കേ, ഈക്വലായിട്ട് കൊടുത്തിരിക്കുന്നത് 2 ഈക്വൽ സൈഡ് ഉണ്ടോ നോക്കേ. ഓക്കെ, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിനകത്ത് നമുക്ക് നോക്കിയാൽ എന്തൊക്കെ ഈക്വൽ ആണെന്ന് നോക്കിയേ. ഇത് 6 സെൻറ്റിമീറ്റർ, ഈ ട്രയാങ്കിളിൽ ഇത് 6 സെൻറ്റിമീറ്റർ, ഈ ട്രയാങ്കിളിൽ ഇത് 6 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിലെ ഇതൊരു വശം, ഇതിലൊരു സൈഡ് ഇതിന് വേണ്ടി ഉണ്ടല്ലോ, ഇതൊരു കോമൺ സൈഡാണല്ലോ. അപ്പോൾ ഈ 2 സൈഡും
അപ്പുറത്തെ രണ്ട് സൈഡ് ഈക്വലാണ്, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ നമ്മൾ ഈക്വലാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ രണ്ട് സൈഡ് ഒരു ആംഗിൾ എന്തായി നമുക്ക് രണ്ടിനകത്തുനിന്ന് ഈക്വൽ കിട്ടി. മീൻസ് ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രൻ്റ് ആയിരിക്കും. നോക്കി ആദ്യം നമുക്ക് എഴുതിയെടുക്കാം. ഏതൊക്കെയാണെന്ന് നോക്കി. AC ഈക്വൽ AC അപ്പുറത്തേൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏതിൻ്റെ ഈക്വൽ ആയിരിക്കും? 6 സെൻറ്റിമീറ്ററോടെ കിടക്കുന്ന BE. അടുത്തത് ഈ സൈഡും ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഈക്വലാണ്. അതിടയ്ക്ക് ഇത് ഒരു കോമൺ സൈഡാണ്, ഒരു പൊതു വശമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? BC ഈക്വൽ BC. ഇത് BC ഇതിനുമുണ്ട് ഇതിനുമുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഏതാ? ഇതും ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഇതും. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തല്ലോ ഓൾട്ടർനേറ്റ് ആംഗിളാണെന്ന്. അപ്പോൾ ആംഗിളിൻ്റെ പേര് എഴുതാം. ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ CBE. ഓക്കെ. അപ്പം രണ്ട് സൈഡ് ഒരു ആംഗിൾ ഇതിൻ്റെ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ SAS പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എന്തോ എഴുതാം? പ്രിൻസിപ്പിൾ വെച്ച് ബാക്കി മൂന്നാമത്തെ സൈഡും ബാക്കി രണ്ട് ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. മീൻസ് ഇത് AB ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഇത് അടുത്ത ഇതും എത്ര? 4 തന്നെയായിരിക്കും, 4 സെൻറ്റിമീറ്റർ. അപ്പം AB ഈക്വൽ C. നേരത്തെ നമ്മൾ ചെയ്ത കണക്കാണ് ജനറൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം കറസ്പോണ്ടിങ് ആംഗിളും സൈഡും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ബാക്കിയുള്ള സൈഡ് ഇത് എഴുതിയെടുത്ത് ഇനി ആംഗിൾ ഏതാ? A. ഇതിപ്പോൾ എഴുതണമെന്നില്ല, എന്നാലും എഴുതണ്ട. ഈ സൈഡ് മാത്രം എഴുതിയെടുക്കും. ഇതാണ് നമുക്ക് അടുത്ത ട്രയാങ്കിളിനകത്ത് ആവശ്യമുള്ളത്. അപ്പോൾ ABC ഈക്വൽ ടു C നമുക്ക് കിട്ടി. അപ്പോൾ ABC ഈക്വൽ ടു C എന്ന് വെച്ചാൽ ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തോ ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്ര നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും കൺസിഡർ ചെയ്തേ. In triangle BCE and triangle BDE. BDEനകത്ത് നോക്കിയാൽ ഈ രണ്ട് ട്രയാങ്കിൾ പിന്നെ കൺസിഡർ ചെയ്ത് ഇതിനകത്ത് ഏതൊക്കെ സൈഡ് നോക്കിയാൽ ഇത് 6 സെൻറ്റിമീറ്റർ കോമൺ സൈഡാണ്. ഇതിന് വേണ്ടിയുണ്ട്, ഇതിന് വേണ്ടിയുണ്ട്. അതിനൊക്കെ 4 സെൻറ്റിമീറ്റർ വേണ്ടിയുണ്ട്, 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഇടയ്ക്കത്തെ ആംഗിൾ ഏതാ? ഇത് രണ്ടും എന്തോ പിന്നെ ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ലൈൻ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് AC ആൻഡ് ആദ്യം നമുക്ക് എഴുതിയെടുക്കാം. ABC ആൻഡ് BDE. ഇതിനകത്ത് സൈഡ് ഏതൊക്കെ ഈക്വൽ നോക്കിയാൽ ആംഗിളല്ല BD ഈക്വൽ ടു CE. അടുത്തത് ഇത് കോമൺ സൈഡാണ്, ഇത് ഇതിനുമുണ്ട്. അപ്പം BC ഈക്വൽ ടു BE ഈക്വൽ ടു BE. അടുത്ത ആംഗിൾ ഏതാ? ആംഗിൾ CEB ഈക്വൽ ടു ആംഗിൾ okay, BE is equal to BE and angle CEB is equal to angle EBD. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാം. ആംഗിൾ CEB ഈക്വൽ ടു ആംഗിൾ EBD. എന്തുകൊണ്ടാണെന്നറിയാം? ഇത് രണ്ടും പാരലല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ABC നമ്മൾ പ്രൂഫ് ചെയ്ത് രണ്ട് ട്രയാങ്കിൾ വെച്ച് ഈ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ട് ഈക്വലാണ്. പിന്നെ ഒരു സൈഡ് ഈക്വലും ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും അതിന് പാരലാണ്. അപ്പോൾ ABCE എന്താണ്? ഒരു പാരലോഗ്രാമാണ്. വേണമെങ്കിൽ നമുക്ക് എഴുതാം ABCE ഈസ് എ പാരലോഗ്രാം. അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് അതിന് ഇങ്ങോട്ട് ഇതും അപ്പം ഈ ലൈനും എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിളും എന്തോ ഈക്വലായി. അപ്പോൾ രണ്ട് സൈഡും ഒരു ആംഗിൾ ഈക്വലാണ്. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ്? SAS പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എന്തോ എഴുതാം? ഇത് രണ്ടും പിന്നെ കോൺഗ്രൻ്റ് ആകുമ്പോൾ മൂന്നാമത്തെ സൈഡും എല്ലാം എന്തോ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ മൂന്നാമത്തെ സൈഡും ബാക്കി രണ്ട് ആംഗിളും തമ്മിൽ എന്തോ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് ഏതാ? BC ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഏതാ? ED ആൻഡ് ബാക്കി കറസ്പോണ്ടിങ് ആംഗിൾ എന്തോ ആയിരിക്കും? ഈക്വൽ. ഇപ്പം നമ്മൾ ഈ ആംഗിളല്ലേ ഈക്വൽ എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത നോക്കി 6 സെൻറ്റിമീറ്റർ എതിരെ ഈ ആംഗിൾ ECB ആംഗിൾ ECB ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ BDE. ഇനി മൂന്നാമത്തെ ആംഗിൾ ഏതാ? ഈ ആംഗിളും ഈ ആംഗിളും. അപ്പം നോക്കി ഈ ആംഗിളിൻ്റെ പേരെന്തുവാ? CBE. ആംഗിൾ CBE
is equal to angle BED. കണ്ടോ, ഈ ഇസഡ് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇസഡിൻ്റെ ഫോം വരുന്നുണ്ട്. മീൻസ് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതൊരു ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ രണ്ടും എന്താണ്, ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് എന്ന് എഴുതാം. അപ്പോൾ ബി സി ഇസ് പാരലൽ ടു ഡി. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് പ്രൂഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ് കിട്ടിയത്? ബി സി ഈക്വൽ ടു ഇ ഡി എവിടെ കിട്ടിയത്? ബി സി ഈക്വൽ ടു ഇ ഡി ഇവിടെ. അപ്പോൾ ബി സി ഈക്വൽ ടു ഇ ഡിയും കിട്ടി, എൻ ബി സി പാരലൽ ടു ഡിയും കിട്ടി. ഇത് രണ്ടുമാണ് നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം ബി സി ഇ ഡിയുടെ പാരലലുമാണ്, ഈക്വലാണ്. അതാണ് എൻ്റെ സൊല്യൂഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ പേജ് നമ്പർ 16 കിടക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ എ ബി സി ഡി ഇൻ ദ ഫിഗർ, ഈ ഫിഗർ എ ബി സി ഡി, എ ബി സി ഡി ഇൻ ദ ഫിഗർ എ പാരലോഗ്രാം വൈ. ഇത് എ ബി സി ഡി ഫോം ചെയ്യുന്നത് ഒരു പാരലോഗ്രാം ആണോ ഇല്ലെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ്, ആണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണെന്ന് റീസൺ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ എ ബി സി ഡി ഒരു സമാന്തരികമാണ്, നമുക്ക് പ്രൂഫ് ചെയ്ത് കാണിക്കണം. അപ്പം നോക്കേ, ഈ എ ബി സി ഡി ഫിഗറിനകത്ത് ഒരു കോർഡിനേറ്ററാണിത് എ ബി സി ഡി. ഇതിൻ്റെ ഇനി രണ്ട് ട്രയാങ്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. ഓക്കെ, ആദ്യം ട്രയാങ്കിളിൻ്റെ പേര് എഴുതിയെടുക്കാം. ഏതൊക്കെ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന? എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി ബി. പാരലോഗ്രാം പ്രൂഫ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കാണാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്നാണ് നമുക്ക് പ്രൂഫ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റും എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന്. അപ്പോൾ നോക്കി ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് നമുക്ക് നോക്കാം അത് രണ്ട് കോൺക്രീറ്റ് ആണോ ഇല്ലയെന്ന്. നോക്കി ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും എന്താണ്? ഈക്വലാണ്. ഏതൊക്കെ സൈഡ് ഈക്വലാണ്? എ സി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആണേ ബി ഡി. അടുത്ത സൈഡ് ഏതാ ഈക്വൽ? ഇത് 6 സെൻറ്റിമീറ്റർ ഈക്വലായി. അടുത്ത ഈ വശം ഇതിനും ഉണ്ട്. ഈ സൈഡ് ഇതിനും കോമൺ സൈഡാണ്. അപ്പോൾ നമുക്ക് എഴുതാം എ ബി ഇസ് ഈക്വൽ ടു എ ബി. ഒരു കോമൺ സൈഡും കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഇതിൻ്റെ ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 35. ഇതിൻ്റെ പേരെന്തുവാ? സി എ ബി. ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഏതാ വരുന്നത്? എ ബി ഡി. അപ്പം രണ്ട് സൈഡും ഒരു ആംഗിളും, രണ്ട് ട്രയാങ്കിളിലെ രണ്ട് സൈഡും ഒരു ആംഗിൾ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് നമുക്ക് വരുന്നത്? നമ്മൾ എഴുതുന്ന SAS പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ഇത് രണ്ടും കോൺക്രീറ്റ് ആണ്. അപ്പം ബാക്കി തേർഡ് സൈഡും ബാക്കി രണ്ട് ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. തേർഡ് സൈഡ് ഏതാ? ഈ സൈഡ് കിട്ടി, ഈ സൈഡും കിട്ടി. ഇതാണ് തേർഡ് സൈഡ്. അപ്പം ബി സി ഇസ് ഈക്വൽ ടു, ഇവിടെ ഏതാ? എ ഡി. ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ? 6 സെൻറ്റിമീറ്ററിന് എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ഇത്. അപ്പോൾ അതിൻ്റെ പേരെന്തുവാ? സി ബി എ. സി ബി എ ഇസ് ഈക്വൽ ടു, ഇവിടെ 6ൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? അതാണിത്. ഇതിൻ്റെ പേരെന്തുവാ? ഡി എ ബി. അടുത്ത ആംഗിൾ ഏതാ? ഇത്. കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ ഇവിടെ സി ആണ്, ഇവിടെ കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ ഡി ആണ്. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒന്ന് കണ്ടോ, കറസ്പോണ്ടിങ് ആംഗിളും സൈഡും എല്ലാം ഈക്വലായി കിട്ടിയല്ലോ നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? എ ഡി ഇസ് ഈക്വൽ ടു ബി സി. കണ്ടോ, എ ഡി ഇത് ഓപ്പോസിറ്റ്, ഈ സൈഡ് ഈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് ഈക്വലാണ്. പിന്നെ നോക്കേ, ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഈ ലൈൻ ഇസഡ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ആംഗിളും നമ്മളിവിടെ എഴുതി കാണിച്ചത് ഈക്വലാണെന്ന്. സി ബി എ ആൻഡ് ഡി എ ബി. അപ്പോൾ അതൊരു ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് എന്ന് എഴുതാം. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് alternate angle are equal, so ABCD is a parallelogram. അങ്ങനെ നമുക്ക് എഴുതാം. Opposite sides are equal and alternate angles are equal, so
ABCD ഈസ് എ പാരലഗ്രാം. അത്രയുള്ളൂ. അതുകൊണ്ട് ABCD ഒരു സമാന്തരികമാണ് അല്ലെങ്കിൽ പാരലഗ്രാമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രോബ്ലം നോക്കി. In the figure below, M is midpoint of the line AB and compute the other two sides of triangle ABC. ഇതാണ് ട്രയാങ്കിൾ ABC. AB ലൈൻ ABയുടെ മിഡ് പോയിൻ്റ് ആണ്, മധ്യബിന്ദുവാണ് M കൊടുത്തേക്കുന്നത്. M is midpoint ആൻഡ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ദ അതർ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ടു സൈഡ്സ് അല്ല കേട്ടോ, ടു ആംഗിൾസ് ആണ് തെറ്റിപ്പെട്ട. ടു ആംഗിൾസ് ബാക്കി രണ്ട് ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ ഇവിടെ 50 കൊടുത്തിട്ടുണ്ട്, B കണ്ടുപിടിക്കണം ആൻഡ് C ഫുൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ABC ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ABയുടെ മിഡ് പോയിൻ്റ് ആണ് M ആൻഡ് ബാക്കി ഈ രണ്ട് ആംഗിളും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആ രണ്ട് ട്രയാങ്കിൾ ആദ്യം നമുക്ക് കോൺഗ്രീൻ്റ് ആണെന്ന്, തുല്യ ത്രികോണമാണെന്ന് നമുക്ക് ആദ്യം പ്രൂഫ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ പേര് എഴുതും. കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം എഴുതണം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ മെയിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബിയും സിയും ആണ്, ഫുള്ളായിട്ട് അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിൾ ഏതൊക്കെയാണ്? AMC ആൻഡ് ട്രയാങ്കിൾ MBC. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിനകത്ത് നമുക്ക് നോക്കാം ഏതൊക്കെ സൈഡും ഏതൊക്കെ ഇതാണ് ഈക്വലായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് A. അപ്പോൾ ഇവിടെ സൈഡിന് അളവൊന്നുമില്ല, പക്ഷേ ഇത് M എന്താണ്, എൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ M മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? AM = MB. മിഡ് പോയിൻ്റ് അർത്ഥം എന്തുവാ? ഈ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം AM = MB. വേണമെങ്കിൽ M ഈസ് മിഡ് പോയിൻ്റ് ഇങ്ങനെ എഴുതാം. മിഡ് പോയിൻ്റ് ആണെങ്കിൽ എന്തോ അതിനെ രണ്ടായിട്ട് ഈക്വൽ പാർട്ടായിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം AM = MB എഴുതി. ഇനി ഈ ട്രയാങ്കിൾ വേണ്ടി ഒരു കോമൺ സൈഡുണ്ട്. ഏതാ കോമൺ സൈഡാണ്? CM. അപ്പോൾ CM = CM. ഇത് ഒരു സൈഡായി. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ കിട്ടി. ഈ രണ്ട് സൈഡും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ AMC ആംഗിൾ AMC = ആംഗിൾ പുറത്ത് നോക്ക് BMC 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഒരു ആംഗിൾ നമുക്ക് ഈക്വൽ കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇത് ജനറൽ പ്രിൻസിപ്പിൾ എഴുതുന്നത് SAS പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ എന്തോ എഴുതും? SAS പ്രിൻസിപ്പിൾ വെച്ച് രണ്ട് ട്രയാങ്കിൾ എന്താണ് കോൺഗ്രീൻ്റ് ആയി കഴിഞ്ഞ് തുല്യ ത്രികോണമായി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അതിൻ്റെ തേർഡ് സൈഡും ബാക്കി രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതി കാണിക്കാം. തേർഡ് സൈഡ് ഏതാ? ഇതുമല്ല നമ്മളിപ്പോൾ ഈക്വലായിട്ട് എഴുതാം. അപ്പോൾ തേർഡ് സൈഡ് ഏതായിരിക്കും? ഇത് AC = അപ്പുറത്തേതാ? BC. AC ഒരു തേർഡ് സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞ് SS പ്രിൻസിപ്പിൾ നമ്മൾ എഴുതി AC = BC. ഇനി അടുത്ത ആംഗിൾ ഏതാ നോക്കേ? ബാക്കി രണ്ട് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ AMഉം B ആണ് ഈക്വൽ. അപ്പോൾ AMൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ഇത്. അതാണെങ്കിൽ MBയുടെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ഇത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആയിരിക്കും എപ്പോഴും ഈക്വൽ. അങ്ങനെ എഴുതാവും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ആംഗിളൊക്കെ എഴുതാനുള്ള. ഏതൊക്കെ സൈഡാണ് ഈക്വൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ AMൻ്റെ ഈക്വൽ കിടക്കുന്നതാണ് ഈ ആംഗിൾ. ഇതിൻ്റെ പേരെന്തുവാ? ACM. ACM = ഇവിടെ AMൻ്റെ ഈക്വൽ MB അല്ലായിരുന്നു. MBയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണല്ലോ കിടക്കുന്നത്. അപ്പം ആംഗിൾ MCB. അപ്പം ഈ രണ്ട് ബാക്കി കറസ്പോണ്ടിങ് ആംഗിൾ രണ്ട് ഈക്വലായി. അപ്പോൾ ഒരെണ്ണമുണ്ട് ആംഗിൾ A = ഇത് കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന ഇപ്പുറത്ത് കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന ഈ ആംഗിൾ. അപ്പോൾ A ആംഗിൾ B. ഇത്രയും ആദ്യം നമ്മൾ പ്രൂഫ് ചെയ്ത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എന്താണ് കോൺഗ്രീൻ്റ് ആണ് നമുക്ക് മനസ്സിലായി. അതിൻ്റെ എല്ലാം മാച്ചിങ് ആംഗിൾസും മാച്ചിങ് സൈഡും എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ട്രയാങ്കിൾ ABCയുടെ 3 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കേ, ആംഗിൾ A = എഴുതാം. ആംഗിൾ A = 50 ഡിഗ്രി. ആംഗിൾ B = എന്തുവാ? Aയും Bയും ഇവിടെ ഈക്വൽ ആണെന്നല്ലേ നമ്മൾ കാണിച്ചു കൊടുത്താൽ. അപ്പോൾ A 50 ആണെങ്കിൽ B എന്തായിരിക്കും? 50 ഡിഗ്രി. ആൻഡ് ആംഗിൾ C = എത്രയായിരിക്കും? നോക്കി, ഈ ട്രയാങ്കിളിനകത്ത് ഇത് 90, ഇത് 50, ഇത് 90, ഇത് 50.
ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടും. അപ്പം 90 50 കൂടെ കൂട്ടേ 140, 180 140 പോയാൽ ഇത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി. അത് കണക്ക് ഈ 90ഉം ഈ 50ഉം കൂടെ കൂട്ടി 180 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 40. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടും C ആംഗിൾ C മൊത്തം ഇവിടെ തൊട്ട് ഇവിടം വരെയാണേ 40 പ്ലസ് ഓക്കെ എത്രയാണ്? ആംഗിൾ A 50 ഡിഗ്രി, ആംഗിൾ B 50 ഡിഗ്രി ആൻഡ് ആംഗിൾ C 80 ഡിഗ്രി. ഇതാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 16 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണിത്. ഇതൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കോണുകളെല്ലാം നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് AB ആൻഡ് CD ആർ പാരലൽ ആൻഡ് M ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB. ഇത് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് AB ഈ AB ഈ CD എന്താണ്? പാരലലാണ്. ആൻഡ് M ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB. M എന്താണ്? ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്, ABയുടെ മിഡ് പോയിൻ്റാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് AMBD. ഈ 3 ട്രയാങ്കിളുടെ ആംഗിൾസ് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കിയേ, ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ പ്രൂഫ് ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും ഇതിനെക്കാട്ടി മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെയായിരുന്നു. ഒരു പാരലോഗ്രാം രീതിയിൽ വരുന്ന അതിനെ 2 ട്രയാങ്കിളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ 2 സൈഡും ഒരു ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നോക്കിയേ, ഇതൊരു പാരലലാണ്, DC ആൻഡ് AB പാരലലാണ്. അപ്പോൾ ഇതെന്തുവാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതൊക്കെ ഈക്വലാണ്? ഇതും Z വരുന്നുണ്ട് തിരിച്ച്, ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് കണക്ക് നോക്കിയേ, ഏതൊക്കെ സൈഡാണ് ഇവിടെ നോക്കിയാൽ ഈക്വൽ? ഇത് 12 സെൻറ്റിമീറ്ററാണ്. ഇനി M ഇസ് മിഡ് പോയിൻ്റ് ഓഫ് AB. അപ്പം ഇതും എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ എത്ര ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം AB ഇത്രയും 6, ഇവിടെ 6, ഇതൊരു കോമൺ സൈഡ് ഇതിന് വേണ്ടിയുണ്ട്. എന്നിട്ട് ആ 2 സൈഡിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളും ഈ 2 സൈഡിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളും എന്തായാലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, SAS പ്രിൻസിപ്പിൾ വെച്ച് ഈ 2 ട്രയാങ്കിൾ എന്താണ്? കോൺഗ്രീൻ്റ് ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ കോൺഗ്രീൻ്റ് ആണെങ്കിൽ ട്രയാങ്കിൾ AMD ആൻഡ് ട്രയാങ്കിൾ MDC അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഈക്വലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ഇങ്ങനത്തെ കണക്കുകളാണ് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ ഇവിടെ MDC ആർ ഈക്വൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ കോൺഗ്രീൻ്റ് എഴുതിയ. കോൺഗ്രീൻ്റ് എഴുതിയിട്ട് അങ്ങ് കഴിഞ്ഞാൽ എന്തോ അതിൻ്റെ 3rd സൈഡും അതിൻ്റെ ഏത് പ്രിൻസിപ്പിളാണ്? SAS പ്രിൻസിപ്പിൾ വെച്ചാണ് ഇത് കോൺഗ്രീൻ്റ് ആയത്. കോൺഗ്രീൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ 3rd സൈഡും അതിൻ്റെ ബാക്കി എല്ലാ കറസ്പോണ്ടിങ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? A. ഇവിടെ ഈ കോമൺ സൈഡിന് എതിരെ കിടക്കുന്നതായിരിക്കും ഇത്. കോമൺ സൈഡിൻ്റെ എതിരെ കിടക്കുന്ന 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. ഇത് കണക്ക് നമുക്ക് ഇനി എന്ത് വേണം? ഈ 2 ട്രയാങ്കിൾ എടുത്ത് സെയിം രീതിയിൽ ഇത് 2 കോൺഗ്രീൻ്റ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നോക്കിയാൽ 40 ഡിഗ്രി 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഇതായിരിക്കും. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കോൺഗ്രീൻ്റ് പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഈ ലൈൻ എന്തുവാണ്? ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഇത് 2 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ C എത്ര കിട്ടി? ആംഗിൾ DCM എത്ര കിട്ടി? 40 ഡിഗ്രി. ഇതെന്തായിരിക്കും? 40 ഡിഗ്രി. പേരുകൾ നമുക്ക് അവസാനം എഴുതിയെടുത്താൽ മതി. ആദ്യം അപ്പോൾ ഇത് 40 ഡിഗ്രി ഇവിടെ കിട്ടി. ഇതൊരു ട്രയാങ്കിളാണേ, ഇത് 60 ഇത് 40. അപ്പോൾ ബാക്കി ഇത് എത്രയായിരിക്കും? 60 40 100. 180 100 പോയാൽ എത്ര? ഇവിടെ 80 കിട്ടും. ബാക്കി അത് കണക്ക് നോക്കിയാൽ വേറെ എവിടെയൊക്കെ കിട്ടും? ഈ കോമൺ സൈഡിനെ നേരെ എതിരെ കിടക്കുന്ന 60. അപ്പോൾ ഈ കോമൺ സൈഡിൻ്റെ നേരെ എതിരെ ഏതായിരിക്കും? ഇതും 60. ഇത് 2 കോൺഗ്രീൻ്റ് ആണല്ലോ. അപ്പം ഇത് 60 ഇത് 40. അപ്പം ബാക്കി ഇത് പിന്നെ എത്രയായിരിക്കും? 100 180 100 പോയാൽ 80. ഇത് 80 ആയിരിക്കും. മനസ്സിലായോ? ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാ നോക്കിയാൽ Z തിരിച്ച് Z വരുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 പ്ലസ് 40 100. 180 100 പോയാൽ പിന്നെ ഇത് എത്രയായിരിക്കും? 80. അപ്പം നമുക്ക് ഇതെല്ലാം കിട്ടി. ഫിഗറിനകത്ത് എല്ലാ ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതിയെടുത്താൽ മതി. അപ്പം ആംഗിൾ A = 40, ആംഗിൾ AMD = 60, ആംഗിൾ ADM ആദ്യം ഒരു ട്രയാങ്കിളിൻ്റെ എഴുതിയെടുക്കാം. ADM = 80 ഡിഗ്രി. അടുത്ത ഈ ട്രയാങ്കിൾ ആംഗിൾ DMC
DMC 80 degree, angle MCD is equal to 40 degree, and angle CDM is equal to 60 degree. അടുത്ത ഈ ട്രയാങ്കിൾ, ഈ ആംഗിളിൻ്റെ പേരെന്തോ, ആംഗിൾ CMB is equal to 40 degree, angle MBC 60 degree, and angle BCM is equal to 80 degree ആണ് എൻ്റെ ആൻസർ. അപ്പം 3 ട്രയാങ്കിളിൻ്റെ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫിഗറിനകത്ത് നോക്കിയെല്ലാം 2 കോൺഗ്രീൻ്റ് ആണ്. പാരലൽ ലൈൻസിൻ്റെ റൂൾ ഉപയോഗിച്ച് എല്ലാം നമുക്കിവിടെ കിട്ടി. ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. എല്ലാത്തിൻ്റെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കിവിടെ എടുത്ത് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. AMCDയും MBCDയും AMCD എന്ന് നോക്കേ, AMCD ഇതൊരു കോർഡിനേറ്ററാണ്. അതാണ് MBCD ഇതും ഒരു കോർഡിനേറ്ററാണ്. അത് രണ്ടിൻ്റെ പ്രത്യേകത എന്തോന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ AMCD നോക്കേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. പിന്നെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വലാണ്, 140 and 140. അപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, അതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ അതെന്തായിരിക്കും അത്, AMCD ഇസ് എ പാരലോഗ്രാം. അത് കണക്ക് MBCD അതെന്താണ്, പാരലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, 6 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ്സ് ഈക്വലാണ്, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. ഓക്കെ, അപ്പം MBCD ഇസ് എ പാരലോഗ്രാം. ഇത്രയേ ഉള്ളൂ.